നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് പരുത്തിപ്രവാടനംകുറിശി റോഡ് തകർച്ച, കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആവശ്യം. 1.5 കോടി രൂപ ചെലവിൽ നവീകരിച്ച റോഡ് 1 വർഷം കൊണ്ട് തകർന്നത് നിർമ്മാണത്തിലെ അഴിമതി മൂലമെന്നും വിജിലൻസ് അന്വേഷണം അനിവാര്യമാണെന്നും കോൺഗ്രസ് കൗൺസിലർമാർ. റോഡിലെ കുഴികൾ അടയ്ക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ. നഗരത്തിലെ റോഡ് തകർച്ചയ്ക്കെതിരെ യോഗത്തിൽ BJP കൗൺസിലർമാരുടെയും പ്രതിഷേധം. വാടാംകുറിശി ROB സർവീസ് റോഡിലൂടെ ചെറിയ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. മറുവശത്തെ സർവീസ് റോഡ് നിർമ്മാണം 10 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ശ്രമം. തൃശൂരിൽ മനുഷ്യക്കടത്തു കേസിൽ റെയിൽവേ കേരള പോലീസ് പ്രതികളാക്കിയ 2 കന്യാസ്ത്രീകളെ കോടതി കുറ്റവിമുക്തരാക്കി. വിചാരണ വേളയിൽ നിർണായക തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി. കേസിനാസ്പദമായ സംഭവം നടന്നത് 2021. തൃശൂരിൽ ഭർത്തൃവീട്ടിൽ പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി ജീവനൊടുക്കി. ആത്മഹത്യ ചെയ്തത് കരൂർ പടന്ന വലിയകത്ത് നൌഫലിന്റെ ഭാര്യ ഫസീല. ഭർത്താവ് നൌഫൽ പോലീസ് കസ്റ്റഡിയിൽ. ഭാരതപ്പുഴയിലെ മീറ്റ് ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി ഷൊർണൂർ ഉൾപ്പെടെ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ തുടരുന്നു. രാജ്യത്ത് ഭരണകൂട ഭീകരതയെന്ന് KGOA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ EV സുധീർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര നയങ്ങൾക്കെതിരെ പാലക്കാട്ട് അസോസിയേഷൻ ധർണ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിമർശനവുമായി INTUC. തൊഴിൽ മേഖലയെ തകർക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഓഗസ്റ്റ് 1 നടക്കുന്ന INTUC ജില്ലാ നേതൃസമ്മേളനത്തിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും യൂണിയൻ ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് വാടാൻകുറിശി റോഡ് തകർന്നതിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കോൺഗ്രസ്. ഷൊർണൂർ നഗരസഭ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. നഗരത്തിലെ റോഡ് തകർച്ച സംബന്ധിച്ച് BJP കൗൺസിലർമാരും പ്രതിഷേധമറിയിച്ചു. 1.5 കോടി രൂപ വിനിയോഗിച്ച് നവീകരിച്ച റോഡ് 1 വർഷത്തിനുള്ളിൽ തകർന്നു. റോഡ് നവീകരണത്തിൽ ക്രമക്കേടുണ്ടെന്നും നഗരസഭാ ഉദ്യോഗസ്ഥരും വിജിലൻസും അന്വേഷിക്കണമെന്നും കോൺഗ്രസ് കൗൺസിലർ TK ബഷീർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും നഗരസഭ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കോൺഗ്രസ് വിജിലൻസിന് പരാതി നൽകുമെന്നും TK ബഷീർ വ്യക്തമാക്കി. നമ്മൾ കൗൺസിലെ പ്രമേയമെടുത്തിട്ട് നഗരസഭാ ഡയറക്ടർക്ക് പരാതി കൊടുക്കണം, വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുക്കണം. ആ റോഡിന്റെ കൃത്യമായിട്ടുള്ള അതിന്റെ ഒരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. അപ്പൊ അന്നത്തെ ഓവർസീന ഉദ്യോഗസ്ഥന്മാരെ കൂടി ചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ഡയറക്ടർക്ക് പരാതി പറയാനുള്ളത്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം, ജനങ്ങളുടെ നമ്മളെല്ലാവരും ഒന്നിനും കൊള്ളാത്ത ആളായിട്ട് മാറും. ആ കരാറുകാരനെ കരിമ്പട്ടിയിൽ കൊടുക്കണം. അത്തരം കരാറുകാരൊന്നും ഇവിടെ വെച്ചിരിക്കാൻ പറ്റില്ല. ആ റോഡിന്റെ വർക്ക് ചെയ്തിട്ടുള്ള ആളെ കരിമ്പട്ടിയിൽ കൊടുത്തു വേണം. ആ റോഡിന്റെ കാര്യത്തിൽ വിജിലൻസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും വേണം. ഇനി നഗരസഭ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൗൺസിലുള്ള നിലക്ക് ഞാനും കൊടുക്കും, അതിന് ഉറപ്പാണ്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ടതല്ല. ഉദ്യോഗസ്ഥന്മാരെ കെടുകാഴ്ച. ഷൊർണൂർ നഗരത്തിലെ റോഡ് തകർച്ചയെക്കുറിച്ച് BJP കൗൺസിലർമാരും പ്രതിഷേധമറിയിച്ചു. നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും ABC കാര്യക്ഷമമായ രീതിയിൽ നഗരസഭയിൽ നടപ്പാക്കുന്നില്ലെന്നും കൗൺസിൽ യോഗത്തിൽ ആക്ഷേപമുയർന്നു. തകർന്ന റോഡ് താൽക്കാലികമായി കുഴിയടച്ച പ്രശ്നം പരിഹരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉറപ്പു നൽകി. മാത്രമല്ല അതില് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം വീണ്ടും ഏറ്റിട്ടുണ്ട്. കരാറുകാരനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് ആശങ്ക ഉണ്ടാവുന്ന കാര്യം വേറെ എന്തെങ്കിലും അനോണിമസ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അതല്ലാണ്ട് അതിനപ്പുറം ഇങ്ങനെ വിശദീകരിച്ച ആളാണ്. ശരി, നഗരത്തിലെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടുത്തയാഴ്ച ABCയുമായി ബന്ധപ്പെട്ട് യോഗം നടക്കുന്നുണ്ടെന്നും ചെയർമാൻ മറുപടി നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാതയിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ മറ്റു വാഹനങ്ങളും സഞ്ചരിച്ചു തുടങ്ങി. ബുധനാഴ്ച മുതൽ ഓട്ടോയും കാറുമാണ് സർവീസ് ആരംഭിച്ചത്. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാതയിലൂടെ ഇരുചക്രവാഹനങ്ങൾക്ക് പുറമെ മറ്റു ചില വാഹനങ്ങളെയും കടത്തിവിടാൻ തുടങ്ങി. ബുധനാഴ്ച മുതൽ ഓട്ടോ, കാർ എന്നീ വാഹനങ്ങളാണ് കട്ടവിരിച്ച പാതയിലൂടെ സർവീസ് നടത്തുന്നത്. ഇരുചക്രവാഹനങ്ങൾക്ക് പുറമെ ഓട്ടോറിക്ഷകൾക്ക് കൂടി സർവീസ് നടത്താനേ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയും ഷൊർണൂർ പോലീസും അനുമതി നൽകിയിട്ടുള്ളൂവെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. എന്നാൽ കാറുകൾ സർവീസ് നടത്താൻ ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടില്ലെന്നാണ് വിശദീകരണം. അതേസമയം ഓട്ടോറിക്ഷകൾക്കൊപ്പം കാറുകളും പാതയിലൂടെ കടന്നു പോകുന്നുണ്ട്. വലിയ വാഹനങ്ങൾ കടത്തിവിടാൻ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. മറുവശത്തെ സർവീസ് പാതയുടെ നിർമ്മാണവും അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. വീതി കൂട്ടിയാണ് സർവീസ് പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്.
ഇവിടെയും കട്ടവിരിച്ചാണ് പാത നിർമ്മിക്കുക. 10 ദിവസത്തിനകം പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് കമ്പനി അധികൃതരുടെ ലക്ഷ്യം. ഇതുകൂടി പൂർത്തിയായാൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ മനുഷ്യക്കടത്ത് കേസിൽ റെയിൽവേ കേരള പോലീസ് പ്രതികളാക്കിയ 2 കന്യാസ്ത്രീകളെ കോടതി കുറ്റവിമുക്തരാക്കി. വിചാരണ നടത്തിക്കൊണ്ടിരിക്കെ നിർണായക തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. തൃശൂർ അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ കമനീസാണ് ഇരുവരെയും കുറ്റവിമുക്തരാക്കിയത്. ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് 3 പെൺകുട്ടികൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് കണ്ടുവെന്ന് ആരോപിച്ചാണ് കേസ് ഫയൽ ചെയ്തത്. പ്രാദേശിക കോൺവെന്റുകളിലെ ചില സന്യാസിനികളും അവിടെ ഉണ്ടായിരുന്നു. ഇതോടെയാണ് പോലീസ് മനുഷ്യക്കടത്ത് സംബന്ധിക്കുന്ന വകുപ്പും ബാലനീതി നിയമത്തിലെ വകുപ്പും ഉൾപ്പെടെ ചുമത്തി കേസെടുത്തത്. എന്നാൽ വിചാരണാഘട്ടത്തിൽ നിർണായക തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെയും അവരുടെ സ്വന്തം ഇച്ഛപ്രകാരവും കൊണ്ടുവന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രാഥമികമായി പോലും കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനാൽ IPCയിലെ യാതൊരു വകുപ്പിലും കുറ്റം തെളിയിക്കാനാകാത്തതായി കോടതി വിധിച്ചു. ഇതോടെയാണ് പ്രതി ചേർക്കപ്പെട്ട കന്യാസ്ത്രീകളെ കോടതി കുറ്റവിമുക്തരാക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കുള്ള തിരച്ചിൽ 4ാം ദിവസവും വിഫലമായി. ബുധനാഴ്ച ഭാരതപ്പുഴയിലെ ഷൊർണൂർ ശാന്തിതീരം, മുണ്ടായ, പൈങ്കുളം, ചെറുതുരുത്തി എന്നീ ഭാഗങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 10 മണിയോടെ ഭാരതപ്പുഴയിലെ മീറ്റ്ന കടവിന് സമീപത്തു നിന്നാണ് മീൻ പിടിക്കുന്നതിനിടെ മത്സ്യത്തൊഴിലാളിയെ കാണാതായത്. പാലപ്പുറം പാറയ്ക്ക വീട്ടിൽ 58-കാരനായ യൂസഫാണ് മീൻ പിടിക്കാൻ വല എറിയുന്നതിനിടെ കാൽവഴുതി വീണ് ഭാരതപ്പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇയാൾക്കായുള്ള തെരച്ചിൽ 4ാം ദിവസവും തുടർന്നു. ബുധനാഴ്ച രാവിലെ മുതൽ ഭാരതപ്പുഴയിലെ ഷൊർണൂർ ശാന്തിതീരം, മുണ്ടായ, പയങ്കുളം, ചെറുതുരുത്തി, പാങ്ങാവ്, ശിവക്ഷേത്രം കടവ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് മത്സ്യത്തൊഴിലാളിക്കായുള്ള തെരച്ചിൽ നടത്തിയത്. സ്കൂബ വിഭാഗത്തിന്റെ 2 സ്ക്വാഡും സിവിൽ ഡിഫൻസും സംയുക്തമായായിരുന്നു തെരച്ചിൽ നടത്തിയത്. ഉച്ചയ്ക്ക് ശേഷവും തെരച്ചിൽ നടത്തിയിരുന്നു. മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയിട്ടും 4ാം ദിവസത്തെ തെരച്ചിലും വിഫലമായി. തെരച്ചിൽ കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ നിഷാന്ത്, ജിതീഷ്, ഷൊർണൂർ 1 വില്ലേജ് ഓഫീസർ ഷീജ, SVO അജീഷ് എന്നിവർ 4ാം ദിവസത്തെ തെരച്ചിൽ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാജ്യത്ത് ഭരണകൂട ഭീകരതയെന്ന് KGOA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ EV സുധീർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGOA പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EV സുധീർ. 130 കോടി ജനങ്ങളിൽ 5 കോടി ജനങ്ങൾക്ക് മാത്രമാണ് സുരക്ഷിത ജോലിയുള്ളത്. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് തൊഴിലാളികൾ തെരുവിലകപ്പെടുകയാണ്. ലോകത്ത് തന്നെ തൊഴിൽ സുരക്ഷിതത്വമില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറിയെന്ന് വ്യക്തമാക്കുന്നതാണ് സാമ്പത്തിക സർവേ. സംഘപരിവാർ ആശയങ്ങൾ അംഗീകരിക്കാത്ത പുരോഗമന ചിന്താധാരയുള്ള സർക്കാരുകൾക്കുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി വികസനം തടയുന്ന പ്രവൃത്തിയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും സുധീർ പറഞ്ഞു. രാജ്യത്തിന്റെ പൊതുചിത്രം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രാജ്യത്ത് ഭരണകൂട ഭീകരത എന്നുള്ളതിന്റെ വേറൊരു നേർക്കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലെടുക്കാൻ കഴിയുന്ന സാഹചര്യം രാജ്യത്തില്ല. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 9-ാം തീയതി, ജൂലൈ മാസം 9-ാം തീയതി രാജ്യത്തെ 30 കോടിയോളം വരുന്ന തൊഴിലാളികൾ ഐതിഹാസികമായ പണിമുടക്കം നടത്തിയത്. കേന്ദ്ര ജനവിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കുക, തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, PFRDA നിയമം പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KGOA പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് ആശാദീപ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നവനീത് കൃഷ്ണൻ, K മഹേഷ് കുമാർ, K സുന്ദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി ആത്മഹത്യ ചെയ്തു. കരൂർ പടന്ന വലിയകത്ത് നൌഫലിൻ്റെ ഭാര്യ ഫസീലയാണ് ജീവനൊടുക്കിയത്. യുവതിയുടെ വീട്ടുകാരുടെ പരാതിയിൽ ഭർത്താവ് നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയാണെന്ന ഫൗസീലയുടെ വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിൻ്റെയും സക്കീനയുടെയും മകളാണ് ആത്മഹത്യ ചെയ്ത ഫസീല. 1 വർഷവും 7 മാസവും മുമ്പാണ് ഫസീലയും നൌഫലും തമ്മിലുള്ള
വിവാഹം നടന്നത്. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്താവിൻ്റെ മാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നും കാണിച്ച് ഫസീല തൻ്റെ മാതാവിന് അയച്ച വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെയാണ് കരുപ്പടന്ന നെടുങ്ങാണത്ത് കുന്നിൽ നൗഫലിൻ്റെ വീട്ടിൽ വെച്ച് ഫസീല ആത്മഹത്യ ചെയ്തത്. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. യുവതിക്ക് മുമ്പും ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ആശുപത്രിയിലെത്തിയ നൗഫൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ഫസീലയുടെ ബന്ധു പറഞ്ഞു. അവർ തലയേറ്റി വീണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ എല്ലാം അവിടെ കെട്ടിയിട്ട് അവിടെ കണ്ടിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അതനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ഉപാധികളൊക്കെ അറിയിച്ചു. അപ്പോൾ അവരെ വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യം അറിയണത് ഞാനാണ്. മെസ്സേജ് അയച്ചു മാത്രം. ആ മെസ്സേജൊക്കെ ഇവിടെ ഉണ്ട്. അതിന് പറ്റുള്ള ആൾക്കാരുടെ മെസ്സേജ് കാര്യങ്ങൾ. ഇത് മുമ്പും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? അത് ഒരു ചെറിയ 2 മാസം മുമ്പ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായപ്പോൾ വാപ്പ അറിയിച്ചു. വാപ്പ വരാൻ വാപ്പ പറഞ്ഞു വാപ്പ വരണ്ട, ഇവിടെ ഇനി വന്നിട്ട് നിങ്ങളോട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പോൾ അവർക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഭയങ്കര നല്ല ഇതിലുള്ള. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇനി ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്താൽ ചെയ്തു. ആത്മഹത്യാശ്രമം മറച്ചുവെക്കാനും ശ്രമം നടന്നതായും ആരോപണമുണ്ട്. ഫസീലയുടെ സന്ദേശം കണ്ട് വീട്ടിലെത്തിയ ബന്ധുക്കളോട് തലചുറ്റലിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് നൗഫലിൻ്റെ വീട്ടുകാർ ആദ്യം പറഞ്ഞത്. 10 മാസം പ്രായമുള്ള മുഹമ്മദ് സയാനാണ് ഫസീലയുടെ മകൻ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൊഴിൽ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് INTUC പാലക്കാട് ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ. കേന്ദ്ര നയം മൂലം തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയാണെന്നും ഓഗസ്റ്റ് 1 നടക്കുന്ന ജില്ലാ INTUC നേതൃസമ്മേളനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അനന്തകൃഷ്ണൻ പറഞ്ഞു. 10 വർഷം തരിശായി കിടക്കുന്ന ഭൂമിയിൽ മാത്രമേ തൊഴിലുറപ്പ് ജോലികൾ നടത്താവൂ എന്നാണ് പുതിയ ചട്ടം. ഇത് നിലവിൽ വരുന്നതോടെ തൊഴിലുറപ്പ് പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെടും. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതായിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ അതേ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരും പിന്തുടരുന്നത്. തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പോലും തൊഴിൽ വകുപ്പും സംസ്ഥാന സർക്കാരും നോക്കുകുത്തിയായി മാറുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളിദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 1 രാവിലെ 10 മണി മുതൽ നടക്കുന്ന INTUC നേതൃസമ്മേളനം ഇക്കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. ക്ഷേമനിധി ബോർഡുകളെ സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കുകയാണ്. ആശാവർക്കർമാർ, ചുമട്ടുതൊഴിലാളികൾ, അംഗൻവാടി ജീവനക്കാർ, മോട്ടോർ വാഹന തൊഴിലാളികൾ, KSRTC ജീവനക്കാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ദുരിതം അനുഭവിക്കുകയാണെന്നും SK അനന്തകൃഷ്ണൻ പറഞ്ഞു. സമ്മേളനം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. വർഷം തോറും തൊഴിലാളികളുടെ തൊഴിൽ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണ് ശരി, അതുപോലെ കേരള ഗവൺമെന്റാണ് ശരി, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റാണ് ശരി. കാരണം കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി 11 വർഷത്തോളമായി വന്നിട്ട് നമ്മളൊരു 6-7 ഭാരത ബന്ധം ഈ കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ ഒരു പൊതു പണിമുടക്കൊക്കെ നടത്തി. പക്ഷെ ആ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വളരെ തൊഴിലാളികൾക്ക് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കേരളത്തിലെ തൊഴിലാളികൾ. അത് പ്രത്യേകിച്ചും ഈ അസംഘടിത മേഖലയിൽ, അതുപോലെ തന്നെ പെർമനന്റ് തൊഴിലാളികൾ, നമ്മുടെ കച്ചിക്കോട് വ്യവസായ മേഖല കേരളത്തിലെ നമ്പർ 1 ആണ്. പക്ഷേ അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിലിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി N മുരളീധരൻ, നേതാക്കളായ R നാരായണൻ, H മുബാറക്, P രാംകുമാർ, S സുബൈർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ നഗരിപ്പുറത്ത് പാതയോരത്തെ ദ്രവിച്ച തെങ്ങ് വാഹന ഗതാഗതത്തിന് ഭീഷണിയായി നിൽക്കുന്നു. മണ്ണൂർ പത്തിരിപ്പാല പൊതുമരാമത്ത് റോഡിൽ നഗരിപ്പുറം പേട്ടയിലാണ് വീടാറായ തെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. തെങ്ങിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ച സ്ഥിതിയിൽ നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് തെങ്ങ് നിലകൊള്ളുന്നത്. വൈദ്യുതി ലൈനുകൾക്ക് തൊട്ടുരുമിയാണ് തെങ്ങ് നിൽക്കുന്നത്. ചെറിയ കാറ്റടിച്ചാൽ തെങ്ങ് വൈദ്യുതി ലൈനിന് മുകളിലായിരിക്കും വീഴുക. നിരവധി വാഹനങ്ങളും സ്കൂൾ വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകൾ എന്നിവ സർവീസ് നടത്തുന്ന പ്രധാന പാതയിലാണ് തെങ്ങ് ചെരിഞ്ഞു നിൽക്കുന്നത്. പാതയോരമായതിനാൽ പൊതുമരാമത്ത് തന്നെ നടപടിയെടുക്കണം. സമീപത്തെ വേണ്ടതും വേണ്ടാത്തതുമായ മരങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ ഇതുകൂടി വെട്ടിമാറ്റേണ്ടതായിരുന്നുവെന്ന് യാത്രക്കാർ പറയുന്നു. വലിയ അപകടമുണ്ടാകുന്നതിന് മുമ്പ് മുറിച്ചു മാറ്റണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂരിലെ 3 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ എത്തിച്ച് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ
ലസിതയ്ക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട്, അതായത് പഞ്ചായത്തിൽ ചുരുങ്ങിയ ചെലവിലുള്ള ഫണ്ട് ആണ് നമുക്ക് നിലവിലുള്ളത് എന്നുള്ളതിനാൽ നമുക്ക് ഫണ്ടിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് ഈവനിങ് OP തുടങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ഇത്തവണ ഈവനിങ് OP തുടങ്ങുന്നതിന് ഇൻ്റർവ്യൂ എല്ലാം തന്നെ കഴിഞ്ഞ് ഡോക്ടറെ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ഈ ആശുപത്രിയിൽ ഈവനിങ് OP തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായ വിവരം തന്നെ ഏത് ദിവസമാണ് എന്നുള്ളതെല്ലാം തന്നെ നമ്മളിവിടെ അറിയിക്കും. അപ്പോൾ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലും നിങ്ങളോട് എല്ലാവരോടും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ജയശ്രീ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, JHI ശർമ്മ എന്നിവരും പങ്കെടുത്തു. പരുത്തിപ്പള്ളി ശ്രീ പൂതിരി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. മേൽശാന്തി ബാലസുബ്രഹ്മണ്യൻ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പെരുവല ശ്രീ പൂതിരി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ഉത്സവം ക്ഷേത്രം മേൽശാന്തി ബാലസുബ്രഹ്മണ്യൻ സ്വാമിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ തുളസീദാസ്, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി TS ചന്ദ്രൻ, KU അച്യുതൻ നായർ, VS നാരായണൻ, KU ശ്രീനിവാസൻ, സുശീല ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ പൂതിരി ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള നിറമഹോത്സവം ഇന്ന് നടക്കുകയാണ്. വളരെ കാലമായി ഇവിടെ നല്ല രീതിയിലുള്ള മഹോത്സവങ്ങളും എല്ലാം മംഗളമായി നടക്കുന്നുണ്ട്. പാടത്തിന് നടുക്കത്തിലിരിക്കുന്ന ഈ ദേവിയുടെ ചുറ്റുഭാഗത്തും നെൽപ്പാടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിറമഹോത്സവം എല്ലാ വർഷവും അതിഗംഭീരമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. മഹാലക്ഷ്മിയുടെ വരവേൽപ്പാണ്. എല്ലാവരും പ്രസാദം വീടുകളിൽ എത്തിച്ച് പൂജകൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും വളരെ വിപുലമായ ആൾക്കാരുണ്ടായിരുന്നു. വളരെ നന്നായി ആഘോഷിച്ചു. ഇനിയും നല്ലത് വരട്ടെ. ഇല്ലം നിറ ഉത്സവം നടത്തുന്നതിലൂടെ ക്ഷേത്രം ദേശവാസികളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് പരുത്തിപ്രവാടനം കൃഷി റോഡ് തകർച്ച. കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തണമെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആവശ്യം. 1.5 കോടി രൂപ ചെലവിൽ നവീകരിച്ച റോഡ് 1 വർഷം കൊണ്ട് തകർന്നത് നിർമ്മാണത്തിലെ അഴിമതി മൂലമെന്നും വിജിലൻസ് അന്വേഷണം അനിവാര്യമാണെന്നും കോൺഗ്രസ് കൗൺസിലർമാർ. റോഡിലെ കുഴികൾ അടയ്ക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ. നഗരത്തിലെ റോഡ് തകർച്ചയ്ക്കെതിരെ യോഗത്തിൽ BJP കൗൺസിലർമാരുടെയും പ്രതിഷേധം. വാടാംകുറിശി ROB സർവീസ് റോഡിലൂടെ ചെറിയ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. മറുവശത്തെ സർവീസ് റോഡ് നിർമ്മാണം 10 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ശ്രമം. തൃശൂരിൽ മനുഷ്യക്കടത്തു കേസിൽ റെയിൽവേ കേരള പോലീസ് പ്രതികളാക്കിയ 2 കന്യാസ്ത്രീകളെ കോടതി കുറ്റവിമുക്തരാക്കി. വിചാരണ വേളയിൽ നിർണായക തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി. കേസിനാസ്പദമായ സംഭവം നടന്നത് 2021. തൃശൂരിൽ ഭർതൃവീട്ടിൽ പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി ജീവനൊടുക്കി. ആത്മഹത്യ ചെയ്തത് കരൂർ പടന്ന വലിയകത്ത് നൌഫലിന്റെ ഭാര്യ ഫസീല. ഭർത്താവ് നൌഫൽ പോലീസ് കസ്റ്റഡിയിൽ. ഭാരതപ്പുഴയിലെ മീറ്റ് ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി ഷൊർണൂർ ഉൾപ്പെടെ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ തുടരുന്നു. രാജ്യത്ത് ഭരണകൂട ഭീകരതയെന്ന് KGOA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ EV സുധീർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര നയങ്ങൾക്കെതിരെ പാലക്കാട്ട് അസോസിയേഷൻ ധർണ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിമർശനവുമായി INTUC. തൊഴിൽ മേഖലയെ തകർക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഓഗസ്റ്റ് 1 നടക്കുന്ന INTUC ജില്ലാ നേതൃസമ്മേളനത്തിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും യൂണിയൻ ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.